Hello guys, welcome back to shini'skitchen. അപ്പോൾ ഞാൻ ഇന്നുകൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു അൽഫാമിൻ റെസിപ്പിയാണ്. വളരെ സിമ്പിളും അതുപോലെ സൂപ്പർ ടേസ്റ്റുമാണ് നമ്മുടെ ഈ അൽഫാമിന്. നമ്മൾ എങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്നു അതുപോലത്തെ സെയിം ടേസ്റ്റാണ് നമ്മുടെ അൽഫാമിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ അൽഫാം തയ്യാറാക്കുന്നത് എന്നൊക്കെ നോക്കാം. അതിനുവേണ്ടി ഒരു കട്ടിംഗ് ബോർഡിലേക്ക് അൽഫാമിന് വേണ്ടിയിട്ട് വലിയ പീസസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം 2 ലെഗ് പീസസ് ആണിത്. നമുക്കൊരു റോളർ ഉപയോഗിച്ച് നമ്മുടെ ഈ ചിക്കനെ എല്ലാം ഒന്നും പൊട്ടാതെ നന്നായിട്ട് ഫ്ലാറ്റ് ആയിട്ടൊന്ന് അടിച്ചെടുക്കണം നമ്മുടെ ചിക്കൻ. ഇനിയിപ്പോൾ നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. നമ്മുടെ ഈ അൽഫാമിൽ നമ്മൾ 2 മാഗ്നേഷനാണ് ചെയ്യുന്നത്. ഫസ്റ്റ് മാഗ്നേഷൻ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ സെക്കൻഡ് മാഗ്നേഷൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതുപോലെയാണെന്ന് വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് മാഗ്നേഷൻ എന്തൊക്കെ സാധനമാണ് വേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഒരു 3 ടീസ്പൂൺ തൈരാണ്, പിന്നെ കുറച്ച് ഉപ്പാണ്. നമ്മുടെ ചിക്കൻ്റെ ഭാഗത്തുള്ള ഉപ്പ് എടുക്കണം. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാഗ്നേഷൻ ചെയ്തിട്ട് ഒരു 15 മിനിറ്റെങ്കിലും നമ്മുടെ ചിക്കൻ ഒന്ന് വെക്കണം. ഇനിയിപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് മാഗ്നേഷനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. നെക്സ്റ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത്, പിന്നെ ഒരു തക്കാളി, ചെറിയ തക്കാളി കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ 1 ടീസ്പൂൺ കുരുമുളകാണ് ഞാൻ ചേർക്കുന്നത്, പിന്നെ ഒരു 4-5 ഏലക്ക, പിന്നെ ഒരു 4-5 ഗ്രാമ്പൂ, പിന്നെ 1 ടീസ്പൂൺ ജീരകമാണ്, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകമാണ്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. നെക്സ്റ്റിലേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. നെക്സ്റ്റ് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാല 1 ടീസ്പൂൺ, പിന്നെ ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു നമ്മളിപ്പോൾ നേരത്തെ ഇറക്കി വെച്ച ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ നന്നായിട്ടിത് ചിക്കനൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് സൺഫ്ലവർ ഓയിലാണ്. ഇനിയിപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഈ മാഗ്നേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഏറ്റവും കുറഞ്ഞ ഒരു 8 മണിക്കൂറെങ്കിലും നമ്മുടെ ചിക്കനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാനൊരു 10 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയും പിടിക്കുന്ന അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു അൽഫാമിന്. ഇപ്പോൾ 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഊറ്റി കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണമെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം. ഞാൻ എല്ലാവരും പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചിരട്ടയാണ് ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർക്കോൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഊറ്റുക. അപ്പോൾ നന്നായിട്ട് പുക വരും. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അടച്ച് വയ്ക്കുക. 8 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക. അപ്പോഴാണ് നമ്മുടെ ആ അൽഫാമിന് ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന സെയിം ടേസ്റ്റും ആ സ്മോക്കി ടേസ്റ്റൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മുടെ അൽഫാമോട് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ളൊരു ബെല്ലൈക്കൺ കൂടി വരും, അതൊന്നും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വിടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.